സിസ്റ്റർ ഡെയ്സി ജോസഫ് ഒരു സൈക്കോളജിസ്റ്റാണ്, സൈക്കോ കൗൺസിലിംഗാണ്. അതായത് അവർ സൈക്കാട്രിക്കാണ്, സൈക്കാട്രിയും കൗൺസിലിംഗും ഉള്ള ഡോക്ടറാണ്. അവരുടെ സാക്ഷ്യം എന്ന് പറയണത്, അവർ പറയണ ഇതാണ്: ഞാൻ എപ്പോഴും എൻ്റെ അമ്മയോട് പറയും, അമ്മേ എനിക്ക് കൃപാസനം മാതാവിൻ്റെ ഒരു നല്ല സാക്ഷിയായി മാറണം. കൃപാസനം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ സാക്ഷിയായി അതിങ്ങനെ ആൾക്കാരെ പ്രാർത്ഥിക്കുന്ന സിസ്റ്റർ കേട്ടിട്ടുണ്ട്. സിസ്റ്റർ ഇവിടെ വന്നിട്ടില്ല, സിസ്റ്റർ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത് പറഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ ഷുഗറിൻ്റെ ടെസ്റ്റിന് വേണ്ടി സിസ്റ്റർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. അപ്പോഴാണ് സിസ്റ്ററിന് മനസ്സിലാകണത് അവരുടെ ഉദരത്തിലൊരു മുഴ വളർന്നു നിൽപ്പുണ്ടെന്ന്. അപ്പോഴത് കേട്ടവിടെ ഇവർക്ക് ആദ്യത്തിന് ഭീതിയെങ്കിലും പെട്ടെന്ന് ഇവർക്ക് ദൈവികമായ ശക്തി ലഭിക്കും. ശക്തി ലഭിച്ചിട്ട് ഇവരെന്നാ ചെയ്യും? ഇവർക്കിവിടെ വരാൻ പറ്റത്തില്ല. അവർക്ക് നല്ല ഹൈ ഡ്യൂട്ടിയിൽ നിൽക്കുന്ന കാരണം വയനാടാണ്, വരാൻ പറ്റണില്ല. അവർ കൊച്ചിയിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ച് പറയും, ഒരു ചേച്ചീനെ വിളിച്ച് പറയും, എനിക്ക് വേണ്ടി ഇപ്പോൾ ഒരു ഉടമ്പടി എടുക്കാമോ എന്ന് ചോദിക്കും. അപ്പോൾ അവരങ്ങനെ തന്നെ, അവരുമാണെങ്കിൽ കൃപാസനത്തിൽ വരാൻ വേണ്ടി കൊതിച്ചിരുന്ന ആളാണ്. ഒരു ഗത്രു കിട്ടാഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു. സിസ്റ്ററിങ്ങനെ ഒരു ഉന്ത് കിട്ടിയപ്പോൾ അവർ വന്നെടുത്ത് ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് നേർച്ച വസ്തുക്കൾ കൊടുക്കണ്ടേ. അപ്പോൾ ഒരു സിസ്റ്റർ, ഞാൻ എല്ലാ സിസ്റ്ററിന് വേണ്ടി ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളൊക്കെ എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇതെങ്ങനെ അവിടെ എത്തിക്കേണ്ടതെന്ന് ഞങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്ററിനെ വേറെ ഒരു സിസ്റ്ററിൻ്റെ ഒരു റിലേഷനുള്ളവർ അവരെടുത്ത ഉടമ്പടി കാശുരുവൻ ആ ചേട്ടൻ സർക്കാർ ജോലി അന്ന് പോകാതെ ലീവ് എടുത്തിട്ട് 1.5 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത്, അല്ല 1.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഈ സിസ്റ്ററിന് കൊണ്ടേ കൊടുക്കും ഉടമ്പടി കാശുരുവോ മറ്റു നേർച്ച വസ്തുക്കളെല്ലാം. ഇവരിങ്ങനെ മനസ്സിൽ വിചാരിച്ചവിടെ ഈ കൊച്ചിയിലെ ചേച്ചി എങ്ങനെയാണ് വയനാട്ടിൽ വന്ന് കൊടുക്കേണ്ടത്, കുറേ കാശ് ചിലവുണ്ടല്ലോ, അവർ എങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമെന്ന് ചോദിച്ചതേ ഉള്ളൂ. അവർക്ക് സിസ്റ്ററിന് മാതാവ് തന്നെ അത് എത്തിച്ച് കൊടുക്കും. എന്നിട്ട് ഇവർ ഇതും പിടിച്ചുകൊണ്ട് സ്കാൻ ചെയ്യാൻ പോകും. സ്കാൻ ചെയ്യാൻ പോകുന്ന ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥനയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഞെട്ടിപ്പോകും. കാര്യം വെച്ചാൽ അവരിവിടെ വന്നിട്ടില്ല. അവർക്കുള്ളത് എന്താണ്? അവർക്ക് വിശ്വാസമാണ് ഉള്ളത്, സ്നേഹത്തോടെയുള്ള വിശ്വാസമാണ്. പക്ഷെ അവരതിനകത്ത് വേറെ ഒരു കാര്യം പറയുന്നുണ്ട്. ഇവർ മനസ്സുകൊണ്ട് ദൈവമായിട്ട് ഉടമ്പടി ചെയ്ത ആളാണ്. അതാണ് ഈ മനസ്സുകൊണ്ട് ഉടമ്പടി ചെയ്തിട്ട് എന്താ സംഭവിച്ചിരിക്കുന്നത്? ആ ഉടമ്പടിയിലുള്ള അതിൻ്റെ അന്തസത്ത, ആധ്യാത്മിക അന്തസത്ത എന്ന് പറയുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകുകയാണല്ലോ. അപ്പോൾ സിസ്റ്റർ അതിൻ്റെ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട്, എനിക്ക് അപ്പായുമായിട്ട് നല്ല ബന്ധമാണ്, എൻ്റെ ജീവിതം തന്നെ ഞാൻ ഉടമ്പടി ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മരിയൻ ഉടമ്പടി ചെയ്യാൻ ഭയങ്കര കൊതിയായിരുന്നു. പക്ഷേ ഒരു അവസ്ഥ കിട്ടി അമ്മയ്ക്ക് ഒരു ചെയ്താൽ മാത്രം പോരാ, അമ്മയുടെ ഒരു സാക്ഷിയായിട്ട് മാറണമെന്ന് എൻ്റെ മനസ്സിലെപ്പോഴും എൻ്റെ ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വൈക ദൈവം എൻ്റെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. അപ്പോഴും ഞാൻ ഈ സാക്ഷ്യം ഇങ്ങനെ കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ ഇതാണല്ലോ ഉടമ്പടിയുടെ അന്തസത്ത. അപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങളോർക്കും അമ്മയുടെ മധ്യസ്ഥത്തിൽ നമ്മൾ ഈശോനെ ഉടമ്പടി ചെയ്യുന്നുണ്ടെങ്കിലും ബൈ ഇഫക്റ്റ് സംഭവിക്കുന്ന തൃത്വൈക ദൈവത്തിൻ്റെ സന്തതമായ സാന്നിധ്യമാണ്. എന്നാൽ തൃത്വൈക ദൈവം സാന്നിധ്യം മാത്രമല്ല, ഒരു ഇന്നാക്റ്റീവ് പ്രസൻസ് അല്ല. അതാണ് ഉടമ്പടി വരണത്. പലപ്പോഴും ദൈവം നമ്മൾ വസിക്കുന്നുണ്ടെങ്കിലും നമ്മളതിനെക്കുറിച്ച് അവെയറാകാത്ത കാരണം നമുക്ക് ഇന്നാക്റ്റീവ് പ്രസൻസാണ് വരണത്. ഇത് വലിയൊരു മോശം കാര്യമാണ്. കാര്യം എല്ലാ വിശ്വാസികൾക്കും സംഭവിക്കുന്ന ആധ്യാത്മിക ദുരന്തമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ദൈവം വസിക്കുന്നുണ്ട്, പക്ഷേ വി ആർ നോട്ട് അവെയർ ഇറ്റ്. അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് അവബോധമില്ലാത്തതുകൊണ്ട് നമുക്ക് ആ പ്രസൻസ് ഇന്നാക്റ്റീവായിട്ടാണ് ഫീൽ ചെയ്യണത്. സിസ്റ്റർ അങ്ങനെയല്ല, സിസ്റ്ററിൻ്റെ ആക്റ്റീവ് പ്രസൻസാണ്. കാര്യം എന്താണ്? അവരതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ആണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് അവർ മനസ്സിൽ വിചാരിച്ചപ്പോൾ തന്നെ ഉടമ്പടി കാശുരുമ അടുത്ത് എത്തിക്കഴിഞ്ഞിട്ട് ഇവർ ഒരു കയ്യിൽ കൃപാസനം പത്രം, ഒരു കയ്യിൽ കൃപാസനം കാശുരൂപം, ഇതൊക്കെ പിടിച്ചാണ് ഈ ഡോക്ടർ സിസ്റ്റർ സ്കാനിങ് റൂമിലേക്ക് കയറണത്. അവിടെ അപ്പം വിളിച്ച് പറഞ്ഞായിരുന്നു, 84 വയസ്സുള്ള അപ്പം പറഞ്ഞ, മകളെ നിൻ്റെ പേരിൽ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്
അതായത് ഈ അപ്പനും ഉടമ്പടി ഇവിടെ വന്ന് ചെയ്തിട്ടില്ല, പക്ഷേ ആ വീട് സമേതം എപ്പോഴും ഈ ധ്യാനം കൂടിക്കൊണ്ടിരിക്കും. ഉടമ്പടി ധ്യാനം കൂടും. ഉടമ്പടി ധ്യാനം കൂടി അതുപോലെ തന്നെ ഉടമ്പടി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഇവിടെ വന്നിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല, പക്ഷേ ഉടമ്പടിയിൽ അവർക്ക് അഭിഷേകം കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കൃപാസനത്തിൽ വന്നിട്ടില്ലെങ്കിലും ആയിരക്കണക്കിന് മനുഷ്യർക്ക് മാതാവ് ഉടമ്പടിയിൽ അഭിഷേകം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉടമ്പടി ചെയ്ത പോലെ തന്നെ ഇഫക്റ്റുകൾ സാന്നിധ്യം വരുന്നുണ്ട്. അവരെപ്പോഴെങ്കിലും കാലത്ത് അവിടെ വരും ഇവിടെ, പക്ഷെ വരുന്നവരെ ദൈവം അവരെ നിലനിർത്തി കൊടുക്കും. അപ്പം അപ്പം പറയുക, അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട്, കൃപാസന അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്കൊരു കുഴപ്പം വരത്തില്ലെന്ന്. കാര്യം അപ്പോൾ 84 വയസ്സുള്ള അപ്പനാണ് മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതായത് എന്നിട്ട് ഈ കാശ് രൂപ ഉടമ്പടി കൃപാസനം പത്രം മേടിച്ചുകൊണ്ട് ഇവർ സ്കാൻ റൂമിലേക്ക് ചെന്നിട്ട് ഇത് കാശിനെ പിടിച്ചുകൊണ്ട് തന്നെ അവർ സ്കാൻ ചെയ്യണത്. ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ കണ്ട ആ മുഴയില്ലേ, വലിയ മുഴ, ഈ സംഭവം സിസ്റ്റാണതേ. അതിൻ്റെ വേദന അവർ 10-25 കൊല്ലമായിട്ട് അനുഭവിക്കുകയാണ്. ഇപ്പം ആ വേദന കൂടിയതാണെന്നിപ്പോൾ. നേരത്തെ ഈ വേദന ഉണ്ടവർക്ക്, അവരിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് എന്താണെന്ന് അറിയാൻ പാടില്ലാതെ പോവും. ഇപ്പം മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ വരെ പാരസെറ്റമോളെ കഴിച്ചുകൊണ്ട് വേദന കൊല്ലിയൊക്കെ കഴിച്ചുകൊണ്ട് ജീവിക്കത്തില്ലേ. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഇപ്പം അമ്മയുടെ സാക്ഷ്യം പറയണമെന്ന് അവർ പറഞ്ഞപ്പോഴാണ് അമ്മ പറഞ്ഞത്, ദിസ് ഈസ് എ തിങ്, യു ആർ സഫറിങ് ഫ്രം സച്ച് ആൻഡ് സച്ച് ഡിസീസസ്. അതുകൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറയും. ഡയഗ്നോസിസ് ഷുഗറിനെ ടെസ്റ്റ് ചെയ്യാൻ പോയതാണ്. അപ്പോഴാണ് ഈ സംഭവം തിരിഞ്ഞു കിട്ടിയത്. എന്നിട്ട് ഈ സാധനം, ഈ സിസ്റ്റ് ഹൈ ഓപ്പറേഷൻ വേണ്ട സംഭവമാണ്, മേജർ ഓപ്പറേഷൻ വേണ്ടതാണിത്. എന്നിട്ട് ഈ സംഭവം നിർത്തിക്കൊണ്ട് തന്നെ മായിച്ച് കളഞ്ഞ ദൈവം. മേജർ ഓപ്പറേഷൻ പിസ് ചെയ്യുമ്പോൾ സിസ്റ്റർ പറയും, ഇല്ല എനിക്ക് ഓപ്പറേഷൻ വേണ്ട സിസ്റ്ററെ. അപ്പോൾ ഇനി ഓപ്പറേഷന് കാണാം അല്ലേ സിസ്റ്റർ എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരത്തെ വിട്ടതാണ്. പക്ഷേ ഇവർ ചിരിച്ചുകൊണ്ട് ഡോക്ടറിനോട് പറയും, ഡോക്ടറെ ഓപ്പറേഷൻ വേണ്ടി വരത്തില്ല, അമ്മ എന്നെ ഏറ്റെടുത്തോളാം എന്ന് പറയും. ഈ സിസ്റ്റം കേൾക്കുമ്പോൾ, നമ്മളിത് കേൾക്കുമ്പോൾ തന്നെ തിരിച്ചു പറയാൻ കഴിയണം. എന്നാൽ ശരി ഡോക്ടറെ ഓപ്പറേഷനെങ്കിൽ ഓപ്പറേഷൻ ചെയ്യും, അതാണ് നിശ്ചയിച്ചേക്കാൻ വന്നേക്കാമെന്ന് പറഞ്ഞില്ല. അങ്ങനെ പറയാനല്ല ആൾക്കാർ ചെയ്യണം. ഇതങ്ങനെയല്ല. സിസ്റ്റർ പറയും, ഞാൻ വരത്തില്ല, അമ്മ ഇത് ഏറ്റെടുക്കും, കൃപാസന അമ്മ ഇത് ഏറ്റെടുക്കുമെന്ന് പറയും. എന്നിട്ടാണ് ഇവർ ഈ കാശിനെയും പിടിച്ചുകൊണ്ട് സ്കാൻ ചെയ്യുമ്പോൾ ഈ 25 കൊല്ലം ഉണ്ടായ സാധനത്തെ കാണാനില്ല. അതാണ് ഈ വലിയ കാര്യങ്ങളെന്ന് പറയുന്നത്, മേജർ ഡ്യൂട്ടി. ഞാൻ എപ്പോഴും പറയും 25 കൊല്ലം പഴക്കമുള്ള രോഗമാണ് ഇത്, മേജർ ഡ്യൂട്ടി അല്ലേ, മേജർ ഡ്യൂട്ടി എന്ന് പറയും ഉടമ്പടി ഭാഷയിൽ. അതെന്താണ്? അത് ലൂക്ക 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ. പക്ഷേ ഈ വലിയ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ശക്തനാകണം അല്ലേ? ദൈവം ശക്തനാണ്, പക്ഷെ നമുക്ക് വി ആർ നോട്ട് ഫീലിംഗ് ഇറ്റ്. അവിടെയാണ് നമ്മുടെ പ്രോബ്ലം. ദൈവം ശക്തനാണ്, പക്ഷെ ആർക്കാണിത് ഫീൽ ചെയ്യണത്? അതാർക്കാണ് ഫീൽ ചെയ്യണത്? ദൈവത്തിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റിലേക്ക് നമ്മൾ വരണം. എങ്ങനെയാണ് വരണത്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കണം പാർത്തു. അതിനെ കൂടെ കൂട്ടി വായിക്കേണ്ട സംഭവമാണത്. ലൂക്ക 1:48 വായിച്ചേ. ശ്രുതികട്ടെ. തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ലൂക്ക 1:48 തിരിച്ചു വായിച്ചു, കൂടുതൽ വായിച്ചു അങ്ങോട്ട്. മറിയം പറഞ്ഞു, ലൂക്ക 1:46 മുതൽ. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. മനസ്സിലായില്ലേ? അപ്പം ശക്തൻ്റെ വലിയ കാര്യങ്ങളാണ് ഉടമ്പടിയിലെ മേജർ മിറക്കിൾസ്. പക്ഷെ ഇത് എന്തുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്നത്? അവിടുന്ന് തൻ്റെ ദാസിയുടെ വിനീതാവസ്ഥ തെക്കൻ പാർത്തു. അതാണ് സംഭവം. അതായത് നമ്മുടെ എളിമ അല്ലേ, അഹങ്കാരം, മുൻകോപം, കലഹം, ഭിന്നത, വാശി, വൈരാഗ്യം, മത്സരം, ഈ ജഡിക സംഭവങ്ങളെല്ലാം ഉടമ്പടിയിൽ ഉടച്ചു വാർക്കേണ്ടി വരും. മനസ്സിലായില്ലേ? ദൈവത്തിൻ്റെ ശക്തി, ശക്തനായ എനിക്ക് വലിയ കാര്യം ചെയ്യണില്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് പ്രകടമാകണമെന്നുണ്ടെങ്കിൽ
ദൈവത്തിൻ്റെ ശക്തി പ്രകടമാകുന്ന ഒരു മാനസിക ആത്മീയ അവസ്ഥ നമ്മൾ പുനഃക്രിയേറ്റ് ചെയ്യണം. അവിടെയാണ് ഉടമ്പടി അനുതാപത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്നത്. 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നൊക്കെ പറയത്തില്ലേ? അതിൻ്റെ ഉദ്ദേശം കത്തോലിക്കരാണെങ്കിൽ അങ്ങനെ ചെയ്യണം. എന്താ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, നമ്മൾ സാധാരണ നിങ്ങളുടെ കുമ്പസാരം പോലെ ലൈറ്റ് കുമ്പസാരമല്ല ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ശക്തനായവനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ എളിമപ്പെടുത്തുന്ന ഒരു നടപടിക്രമമായിട്ട് നിങ്ങളുടെ കൺഫെഷൻ ഏറ്റുപറച്ചിൽ വരണം. അതുകൊണ്ട് നിങ്ങൾ സംസാരിക്കാത്ത വ്യക്തികളുണ്ടാകാം. ചിലപ്പോൾ അവരുടെ കയ്യിലായിരിക്കും കുഴപ്പം. അവരുടെ കയ്യിലാണ് കുഴപ്പമെന്ന് കർത്താവിനോട് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഭർത്താവിനോട് പറയാൻ പറ്റും, പക്ഷെ കർത്താവ് ചില സാധനം ഏറ്റെടുക്കത്തില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5:23 മത്തായി 5:21 വായിച്ചേ. ശ്രുതികട്ടെ 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 ശ്രുതികട്ടെ. ഹല്ലേലൂയ യേശുവേ ആരാധന. മത്തായി 5:23. നീ ബലിപീഠത്തിൽ കാഴ്ചയർപ്പിക്കുമ്പോൾ നീ ബലിപീഠത്തില് കാഴ്ചയർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോടെന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുമ്പിൽ വെച്ചിട്ട് പോയി നിന്റെ സഹോദരനോട് രമ്യതപ്പെടുക, പിന്നെ വന്ന് കാഴ്ചയർപ്പിക്കുക. അത് വിഷയം. ഉടമ്പടിയുടെ മെയിൻ സംഭവമാണത്. അതായത് നിങ്ങൾക്ക് അങ്ങോട്ട് പരിഭവം ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും നമ്മൾ റെക്ടിഫൈ ചെയ്യണം. മറിച്ച് ആരെങ്കിലും നിങ്ങളുമായിട്ട് നിരപ്പാകാതെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം കോംപ്രമൈസിലേക്ക് പോകണം. ഇപ്പം ചില ആൾക്കാരൊക്കെ പറയും, അച്ഛാ അടുത്ത ആഴ്ച ഡൈവേഴ്സിൻ്റെ അദാലത്ത് വിചാരണ ലാസ്റ്റ് കുടുംബ കോടതി കണ്ടൊക്കെ വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കും, നിനക്ക് വേണ്ടെന്ന് ഞാൻ ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. അപ്പോൾ വേണ്ടെന്ന് പാർട്ടി തീരുമാനിച്ചുകൊണ്ട് വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. പന്നി വല്ല കഥയുണ്ടാ? നീ അങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ് വേണ്ടെന്ന്. ഇത് കൂദാശ്രിത ബന്ധമല്ലേ? നീ ദൈവത്തോട് ചോദിച്ചാൽ നിന്നെ യോജിപ്പിച്ച ആളാണെന്ന്. നിന്റെ ദൈവത്തിൻ്റെ ശക്തിയിൽ നിനക്ക് വിശ്വാസമില്ലേ? അത് നിൻ്റെ ഭർത്താവിന് അന്യബന്ധമാണെങ്കിൽ ശരി, അവന് ഇപ്പോഴുള്ള സ്വഭാവം നിനക്ക് പിടിക്കാത്തതാണെങ്കിലും അത് പിടിക്കാൻ പറ്റുന്ന രീതിയിൽ അവന് ചേഞ്ച് ചെയ്യാൻ നിന്റെ ദൈവത്തിന് കരുത്തുണ്ടെന്നും അവൻ ശക്തനാണെന്ന് നീ വിശ്വസിക്കാത്തോളം കാലം നിൻ്റെ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, മാക്സിമം എളിമപ്പെട്ടുകൊണ്ട് ശക്തനായ ദൈവത്തിന്റെ ശക്തി എന്നില് പൂർണ്ണ തോതില് പ്രവർത്തിക്കാൻ എന്റെ നിലപാടിനെ, എന്റെ സമീപനങ്ങളെ അങ്ങ് സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണമേ. സുവിശേഷ വിഹിതമായി പുനഃക്രമീകരിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അങ്ങേയൊപ്പം ആരാധിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, എന്താ പ്രശ്നത്തിൽ ഉടമ്പടിയിൽ ഇപ്പം നമ്മൾ നേരത്തെ കണ്ടത് ഹെവി ഡ്യൂട്ടിയാണ് അല്ലേ? സത്യനായവനെ കൊണ്ട് മേജർ ഡ്യൂട്ടി, വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ടൈം ഷോർട്ടനിങ് ഉണ്ട്. ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഫീച്ചറാണ് ടൈം ഷോർട്ടനിങ്. ടൈം ഷോർട്ടനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമയ ചുരുക്കം. അത് 10 കൊല്ലത്തെ ഗ്യാപ്പ് ഉണ്ടെങ്കിലും, കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിലും, എഡ്യൂക്കേഷൻ ഗ്യാപ്പ് ഉണ്ടെങ്കിലും, നിനക്ക് രക്ഷപ്പെടാൻ മാർഗമില്ലെന്നുണ്ടെങ്കിലും അമ്മ വിചാരിച്ചാൽ നിന്റെ ടൈം ഷോർട്ട് ചെയ്ത് തരും. ഈ ജന്മത്തിൽ നടക്കാത്ത കാര്യമാണെങ്കിലും അമ്മ വിചാരിച്ചാൽ നിന്റെ ടൈം ഷോർട്ട് ചെയ്യും. ടൈം ഷോർട്ടനിങ് ഇതിൻ്റെ മെയിൻ സംഭവമാണ്. അത് ഇപ്പോൾ ഈ വിസയുടെ കാര്യമില്ല. ഈ വിസ ഇപ്പോൾ നമ്മളുടെ നേരത്തെ പറഞ്ഞ ടോണിക്ക് കിട്ടിയ വിസ ഇല്ലേ,
അവർ എന്തിനാ വിസ? എൻജിനീയറിംഗ് ആണ്. എൻജിനീയറിങ്ങിൻ്റെ ബിടെക് കഴിഞ്ഞിട്ട് MTech വിദേശ രാജ്യത്തേക്കുള്ളതാണ്. അവർക്കാണ് കരിയർ ഗ്യാപ്പ് വന്നിരിക്കുന്നത്. അപ്പോൾ കരിയർ ഗ്യാപ്പ് വന്നൊരു വ്യക്തിക്ക് വിദേശ രാജ്യത്ത് 8 കൊല്ലത്തിന് ശേഷം MTech ഡിഗ്രി UK നിന്ന് എടുക്കണമെങ്കിൽ നടക്കാത്ത കാര്യമാണ്. അതിൻ്റെ വിസ പ്രോസസ്സിങ്ങിന് എങ്ങനെയായാലും 1.5 കൊല്ലം എടുക്കും. അതാണ് 1.5 മാസത്തിനുള്ളിൽ ടൈം ഷോർട്ടനിങ് വന്നിരിക്കുന്നത്. ടൈം ഷോർട്ടനിങ് റിയയുടെ കാര്യത്തിൽ ഈ ടൈം ഷോർട്ടനിങ് വന്നില്ലേ? എങ്ങനെ ടൈം ഷോർട്ടനിങ് വരണമെന്ന് വെച്ചാൽ റിയ ശരിക്കും ഒരു അനുതാപത്തിൻ്റെ ലൈഫാണ് ഫോളോ ചെയ്യേണ്ടത്. കാര്യം ഉടമ്പടി ടൈം ഷോർട്ടിൻ്റെ കണ്ടൻറ്റ് 2 ഫോർമുലയിലാണ് ഉടമ്പടി ടൈം ഷോർട്ടിങ് സംഭവിക്കുന്നത്. ചുമ്മാ ഉടമ്പടി എടുത്തും പോയി ചില ആൾക്കാർ യുദാസിൻ്റെ വീട്ടിൽ ചില മണ്ണമ്പാർ ഇവിടെ വരുവേ, അതായത് ഇവിടുന്ന് എഴുതിയിട്ടും പോകും. ഇതിൻ്റെയൊക്കെ ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഇവിടെ കറങ്ങി നടങ്ങി കുറേ സമയം പോകുമല്ലോ, വേണ്ടല്ല എഴുതിയിട്ടൊക്കെ എൻ്റെ മകളെ കെട്ടിച്ചിട്ടില്ല, ധൈര്യം കിടക്കണം കൊണ്ടുവന്ന് ആ വലിയ സ്റ്റീൽ പെട്ടിട്ടും പോയിരിക്കണം. ഇങ്ങനെ കുറേ ബ്രാൻഡഡ് കാണ്ടാമൃഗങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഒരു ബുദ്ധിയും ബോധമില്ലാത്ത എന്താണെന്ന് എന്നെക്കുറിച്ച് അറിയാൻ പറ്റും. ഇവർ ഓർക്കണം ഇങ്ങനെ സാരം എഴുതിയിടുമ്പോൾ ഒക്കുന്ന. അതായത് എങ്ങനെ ഈ ടൈം ഷോർട്ടിങ് നടക്കണം എന്തുകൊണ്ടാണ്? എന്താണ് ഈ ടൈം ഷോർട്ടിങ് നടക്കുന്നത്? ടൈം ഷോർട്ടിങ് 2 കാര്യങ്ങളാണ്. സമയമായില്ലെന്നല്ലേ അമ്മയോട് ഈശോ പറയണത് അല്ലേ? അവർക്ക് വീഞ്ഞില്ല എന്ന് പറയുമ്പോൾ എന്താ പറയണത്? എൻ്റെ സമയം ആയിട്ടില്ലെന്ന് പറയും. 1.5 കൊല്ലമുണ്ട്, ഇതിൻ്റെ പ്രിസ പ്രോസസ്സിങ് 1.5 കൊല്ലമുണ്ട്, സമയമായിട്ടില്ലെന്ന് പറയും. അതാണ് ഈ 1.5 മാസം കൊണ്ട് സെറ്റാകേണ്ടത്. എങ്ങനെയാണ് സെറ്റാകേണ്ടത്? ഒന്നാമത്തെ കാര്യം, സമയമായില്ല എന്ന് പറയുമ്പോൾ ആകാത്ത സമയം ആക്കിയെടുക്കാൻ വേണ്ടി അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന ഫോർമുല എന്താണ്? അവൻ പറയണ പോലെ ചെയ്യുക. അതാണ് സംഭവം. ഉടമ്പടി എടുക്കുക എന്നാണ്. ഉടമ്പടിയുടെ ബേസിക്കായിട്ട് ടൈം ഷോർട്ടനിങ്ങിൻ്റെ പ്രെയറാണ്. പക്ഷെ അതിൻ്റെ അകത്തുള്ളിൽ വേറൊരു സോഫ്റ്റ്വെയർ ഇരിപ്പുണ്ട്. പിന്നെയും ടൈം ഷോർട്ട് ചെയ്യണം. അതെന്താ? ഷാർപ്പ് ചെയ്യണം. അവരെ ഡേറ്റ് ഇട്ട് പ്രാർത്ഥനയ്ക്ക് അങ്ങനെ വരുന്നതാണ്. അതായത് 18-ാം തീയതി പറഞ്ഞിട്ട് 18-ാം തീയതി തന്നെ നിങ്ങളുടെ ഡേറ്റിലേക്ക് സാധനം കൊണ്ടുപോകുന്നത് എന്താണ്? അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന സംഭവം അനുതാപമാണ്. അനുദപിച്ചാൽ അപ്പോൾ അനുതാപമല്ലേ ടൈം ഷോർട്ടിങ്. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും അല്ലേ? ജോഷുവയുടെ പുസ്തകത്തിലെ എന്താ പറയണത്? നിങ്ങൾ അനുദപിക്കുക, പശ്ചാത്തപിക്കുക, നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കും. അത് പഴയ നിയമമാണ്. ഈശോ പാപത്തിന് പരിഹാരം ചെയ്യാൻ മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥയാണ്. മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥ അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കുമെന്ന മനുഷ്യാവതാരത്തിന് ഓൺലി സിംഗിൾ കോസ് ദ റെമിഷൻ ഓഫ് ദി വേൾഡ് ആൻഡ് സിൻ. പാപത്തിൻ്റെ മോചനം മാത്രമാണ് മനുഷ്യാവതാരത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള എയിം. മനുഷ്യാവതാരത്തിൻ്റെ അൾട്ടിമേറ്റ് ദൈവാനുഗ്രഹത്തിൻ്റെ ഷോർട്ടനിങ്, സമയം ഷോർട്ട് ചെയ്യുന്നതും എല്ലാം പാപത്തിൻ്റെ റിമിഷനിലൂടെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് അറിയാവോ? നമ്മൾ സിൻഫുള്ളാകും തോറും നമ്മുടെ വിഷയങ്ങൾ താമസിച്ച് പോകും. മനസ്സിലായോ? അതായത് ഇപ്പോഴ് ജോഷുവ എത്രയാ വായിച്ചോളൂ? ജോഷുവ 3:5. ജോഷുവ 3:5. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. പറഞ്ഞേ, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. നാളെ നിങ്ങളുടെ ഇടയിൽ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ഇവിടെ 2-3 പ്രശ്നമാണ്. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. പക്ഷെ എപ്പോഴാണ്? നാളെയാണ്, ഇന്നല്ല. മനസ്സിലായില്ലേ? മനുഷ്യാവതാരത്തിന് മുമ്പുള്ള കഥ ഇങ്ങനെയാണ്. പക്ഷെ മനുഷ്യാവതാരം സംഭവിച്ചു കഴിഞ്ഞാൽ, മനുഷ്യാവതാരം എന്താ സംഭവിച്ചിരിക്കുന്നത്? മനുഷ്യാവതാരത്തിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? എന്തുകൊണ്ടാണ് അമ്മയോട് മാലാഖ എന്താ പറയണത്? അവൻ തൻ്റെ ജനങ്ങളെ അവൻ തൻ്റെ ജനങ്ങളെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. യേശുക്രിസ്തുവിൻ്റെ പേരിൽ ഇവിടെ കോളേജ് ഉണ്ടായാലും, വിപ്ലവങ്ങളുണ്ടായാലും, സമരങ്ങളുണ്ടായാലും, വലിയ യൂണിവേഴ്സിറ്റികളുണ്ടായാലും, പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടി സഭയ്ക്ക് അൾട്ടിമേറ്റായിട്ടുള്ള മിഷൻ ഏറ്റെടുക്കാടത്തോളം കാലം സഭ മിക്കവാറും പിരിച്ചിടേണ്ടി വരും. കാര്യം സഭയുടെ ലക്ഷ്യം തന്നെ എന്താ? ജനങ്ങളെ വിശുദ്ധീകരിക്കേണ്ട. എന്തുകൊണ്ടാണ് വൈ സെയിൻസ്? നിങ്ങൾ പറയും എന്തുകൊണ്ട് ഇത്രയും സെയിൻസൊക്കെ ഉണ്ടാകണമെന്ന്. സെയിൻസ് എന്ന
സ്വഭാവത്തിൽ തന്നെ വിശുദ്ധമാണ്. സഭ ശ്ലൈഹികമാണ്. അത് കഴിഞ്ഞാൽ സഭയുടെ ബേസിക് തന്നെ അതിൻ്റെ ലക്ഷ്യവും എല്ലാം മനുഷ്യൻ്റെ വിശുദ്ധീകരണമാണ്. വിശുദ്ധീകരണം കൊണ്ട് ഉദ്ദേശിക്കണത് എന്താ? വിശുദ്ധീകരണം ഈ ഉടമ്പടിയുടെ ഒരു ലക്ഷ്യമാണ്. ഇപ്പം നമുക്ക് സക്കറിയാസിൻ്റെ ലേഖനത്തിൽ മക്കളെ സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. 1:75 ലൂക്കാസ് സുവിശേഷം 1:75 വായിച്ചേ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. ലൂക്ക 1:75 പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഏത്? അതാ പ്രശ്നം. ഒന്നിനു വായിച്ചേ. ലുക്ക 1:75 ഒന്നിനു വായിച്ചേ. പരിശുദ്ധിയിലും പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. ഇതെന്ന് വെച്ചാൽ ഏതാണ്? 72 വായിച്ചേ. ലുക്ക 1:72. നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത ഒന്ന് പറഞ്ഞേ നമ്മുടെ പിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത കാരുണ്യം നിവർത്തിക്കാനും നമ്മുടെ പിതാവായ അബ്രാഹത്തോട് ചെയ്ത അവിടുത്തെ വിശുദ്ധമായ ഉടമ്പടി അനുസ്മരിക്കാനും ശത്രുക്കളുടെ കൈകളിൽ നിന്ന് വിമോചിതരായി നിർഭയം പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. അതായത് ഉടമ്പടിയോട് ചേർന്ന് വരുന്ന എല്ലാ വിഷയങ്ങളും ദൈവം ഉടമ്പടി ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാ ദൈവികമായ നടപടിക്രമങ്ങളും ഉടമ്പടിയുടെ ഭാഗമായിട്ട് വരുന്നതാണ്. സ്നാപകയോഹന്നാൻ്റെ ജനനം വരെ ഉടമ്പടിയുടെ ഭാഗമാണ്. അതാണ് ഇതെന്നൊക്കെ പറഞ്ഞു. സക്കറിയ അപ്പനാണ്, അവൻ്റെ ജനനത്തെക്കുറിച്ച് പറയണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമ്മൾക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവികമായ ഉടമ്പടിയുടെ പറയണല്ല. ഉടമ്പടി അമ്മയാണല്ലോ ഉടമ്പടി ചെയ്തിരിക്കണതാണല്ലോ ഈശോനെ കിട്ടാൻ കാര്യം. ഇവർ ഉടമ്പടിയുടെ മാതാവില്ലേ? അമ്മ പിതാവായ ദൈവത്തോട് ചെയ്ത ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഈശോനെ കിട്ടുന്നത്. ഈശോനെ കിട്ടിയതിൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ തൻ്റെ ജനങ്ങളെ അവിടെ പാപങ്ങളിൽ നിന്ന് മോചിക്കും. റീഡ് ഇറ്റ്. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് മത്തായി 1:21 അവൾ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. മനുഷ്യാവതാരത്തിൻ്റെ അൾട്ടിമേറ്റ് ഓപ്ഷൻ, അടിസ്ഥാന ലക്ഷ്യം എന്താണ്? പാപമോചനമാണ്. അതുകൊണ്ടാണ് സക്കറിയ പറയണത് 1:75 എന്താ പറഞ്ഞത്? സക്കറിയ സ്തുതിക്കട്ടെ, ഹല്ലേലൂയ, യേശുസ്തുതിക്കട്ടെ, ഹല്ലേലൂയ, പരിശുദ്ധിയിലും നീതിയിലും
പരിശുദ്ധിയിലും നീതിയിലും എപ്പോഴും അവിടുത്തെ മുൻപിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ട അനുഗ്രഹം നമുക്ക് നൽകാനുമായിട്ടാണ് ഇത്. നമുക്ക് നൽകാനും വേണ്ടിയാണ് ഉടമ്പടി. മനസ്സിലായില്ലേ? അപ്പൊ പരിശുദ്ധിയിലും നീതിയിലും നമ്മൾ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടിയൊക്കെ. ഉടമ്പടി കാലം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അനുതാപം എന്ന് പറയണത് ഇറ്റ് ഈസ് നോട്ട് എ നെയിം. അനുതാപത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ്. അനുതാപം ഒരു ലക്ഷ്യമല്ല, അനുതാപം ഒരു ഇഫക്റ്റാണ്. എന്താണ് ഇഫക്റ്റ് എന്ന് പറയണത്? ദൈവസ്നേഹം നിങ്ങൾ നിറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ് അനുതാപം. മനസ്സിലായോ? ദൈവസ്നേഹമാണ് നിങ്ങൾക്ക് അനുതാപം ഉണ്ടാകുന്നത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ദൈവസ്നേഹം വർദ്ധിക്കാൻ വേണ്ടി. ഇപ്പം കറണ്ടില്ലാതെ കാറ്റില്ല, വെളിച്ചമില്ല, ഇല്ലേ? ഇപ്പം വെളിച്ചമായാലും കറണ്ട് കാറ്റായാലും നമുക്ക് വേണമെങ്കിൽ എന്ത് വേണം? ദൈവസ്നേഹം വേണം, അത് കറണ്ട് വേണം. അതുപോലെ ദൈവസ്നേഹം വർക്ക് ചെയ്യണം. നിങ്ങൾ ഉടമ്പടി എടുക്കാത്തതും ഉടമ്പടി നടക്കാത്തതല്ല വിഷയം. ഉടമ്പടി എന്ന് പറയണത് നിങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിപ്പിക്കാനുള്ള, ദൈവസ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിക്രമമാണ്, പ്രയോഗരീതിയാണ്. അതുകൊണ്ട് അതിൻ്റെ അൾട്ടിമേറ്റ് എയിം ദൈവസ്നേഹം തന്നെയാണ്. ദൈവസ്നേഹം വർദ്ധിക്കുമ്പോൾ പ്രേക്ഷിത ശക്തി വർദ്ധിപ്പിക്കും. ഡ്യൂട്ടി, ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ളതെല്ലാം ലൈറ്റായിട്ട് ചെയ്യും. അതെല്ലാം ചെയ്യണത് ദൈവസ്നേഹം വർദ്ധിക്കുന്നത് കൊണ്ടാണ്. അഥവാ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യും. കാറിലെ ഡൈനാമോ പോലെയാണ്. ആദ്യം നമുക്ക് കാർ സ്റ്റാർട്ട് ചെയ്യാൻ ഡൈനാമോ സഹായിക്കും. പിന്നീട് ഡൈനാമോയിൽ നിന്ന് കറണ്ട് എടുത്തിട്ട് നമ്മൾ കാറിൽ സ്റ്റാർട്ട് ചെയ്യും. കാർ കറങ്ങിത്തിരുമ്പോൾ അതിൻ്റെ ജനറേഷനിൽ നിന്ന് ഡൈനാമോയിലേക്ക് വീണ്ടും റീചാർജ് ചെയ്യുകയും ചെയ്യും. ഇതുപോലെ നമുക്കുള്ള ദൈവസ്നേഹം കൊണ്ട് നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അകത്തുണ്ടാകുന്ന ഉപപ്രവർത്തനങ്ങളെ കൊണ്ട് വീണ്ടും ദൈവസ്നേഹം നമ്മൾ തിരിച്ചു നിറയും. അപ്പോൾ ഇത് വളരെ ഈ പ്രക്രിയ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാര്യം ഉടമ്പടി ബേസ്ഡായിട്ട് ദൈവം എല്ലാം ചെയ്യത്തുള്ളൂ. അമ്മ തന്നെ പറഞ്ഞത് ലുക്ക 1:55 വായിച്ച് ശ്രുതികട്ടെ. ലൂക്ക 1:55 നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് കൊണ്ട് തന്നെ. അപ്പോഴേ അമ്മയുടെ സ്തോത്രഗീതമാണിതേ, ശ്രദ്ധിക്കണം. അമ്മയുടെ സ്തോത്രഗീതത്തിൽ പറഞ്ഞത് എന്താണ്? ഉടമ്പടിയെ കുറിച്ചാണ് പറയണത്. ഇപ്പം നടന്നിരിക്കുന്ന മനുഷ്യാവതാരം അവൻ തന്നെ ജനങ്ങളെ അവിടെ പാപത്തിൽ നിന്ന് മോചിക്കുന്നതെല്ലാം പാപമോചനമെന്ന് പറയണത് വാഗ്ദാനത്തിൻ്റെ ഭാഗമാണെന്നാണ്. നമ്മളെ കുമ്പസാര കൂടുതൽ വൈദികത്തിൻ്റെ പാപങ്ങളെ മോചിക്കുമ്പോൾ അനാദികാലം മുതൽ ചെയ്തിട്ടുള്ള ദൈവം തൻ്റെ ജനതയോട് ചെയ്തിട്ടുള്ള വാഗ്ദാനമുണ്ട്. നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റമറ്റവനായിരിക്കുക എന്ന് പറയത്തില്ലേ? എബ്രാഹത്തിൻ്റെ കാലത്ത് 17:1 ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത് എന്താണ്? നീ എൻ്റെ മുമ്പാകെ നിൽക്കുക, കുറ്റമറ്റവനായിരിക്കുക. ദൈവവേദന ഉടമ്പടി പ്രകാരം നമ്മൾ ദൈവത്തിന് മുമ്പ് നിൽക്കുന്നതിൻ്റെ ആ നിൽപ്പ് തന്നെ അതിൻ്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? കുറ്റമറ്റവനായിരിക്കുക എന്നുള്ളതാണ്. കാര്യം എന്താണ്? നമ്മുടെ എതിർ കക്ഷി കുറ്റമറ്റവനാണ്. ഉടമ്പടി ചെയ്യുമ്പോൾ ഇറ്റ്സ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റ് അല്ലേ? അപ്പം നീ ദൈവത്തെ ഒരു കക്ഷി, നീ ഒരു കക്ഷി. അപ്പം നീ ദൈവമാകുന്ന പരമപരിശുദ്ധനായ വ്യക്തിയോട് നീ ഉടമ്പടി ചെയ്യുമ്പോൾ നീ ചുമ്മാ അഴുക്കുള്ള വ്യക്തിക്ക് ഉടമ്പടി ചെയ്യാൻ പറ്റുമോ? അപ്പൊ നീയും ദൈവത്തെ പോലെ കുറ്റമറ്റവനായിരിക്കണം. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, അങ്ങയോട് ഉടമ്പടി ചെയ്യാൻ കിടപിടിപ്പുള്ള തുല്യ പങ്കാളിയായി എന്നെ മാറ്റണമേ. എന്റെ പാപത്തെ ഒഴിവാക്കി ജീവിക്കാനുള്ള അഭിഷേകം എനിക്ക് നൽകണമേ. അനുതാപം നൽകണമേ. എന്നെ വിശുദ്ധീകരിക്കണമേ. അതിനാൽ നിന്റെ മുമ്പിലെ നീതിയോടെ പ്രവർത്തിക്കട്ടെ. വിശുദ്ധിയോടെ നിന്റെ കൃപയിൽ ഞാൻ കർത്താവേ അഭിഷേകം നിറയട്ടെ. ശ്രദ്ധിക്കട്ടെ. നീതിയില് അങ്ങയുടെ മുമ്പിൽ വ്യാപരിക്കുവാനുള്ള വലിയ കൃപ എല്ലാ ആൾക്കാരും
അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിയിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. വിളിച്ചിടുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഞാൻ ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമായ ഈ അനുതാപത്തെക്കുറിച്ച് പറയാൻ, അനുരഞ്ജനത്തെക്കുറിച്ച് പറയാൻ കാര്യം, ഈ അനുതാപമാണ് ഇതിൻ്റെ ടൈം ഷോർട്ടും ചെയ്യുന്ന കണ്ടൻറ്റ്. മനസ്സിലായില്ലേ? സമയച്ചുരുക്കത്തിൻ്റെ കണ്ടൻറ്റ്, അതിൻ്റെ ഏറ്റവും മർമ്മമായിട്ടുള്ള കണ്ടൻറ്റ് അനുതാപമാണ്. ഇപ്പോൾ ഒരു പഴം, ഒരു പേരക്കായ അല്ലെങ്കിൽ ഒരു ആപ്പിൾ എന്ന് വിചാരിച്ചോ, അതിനകത്ത് മാംസളമായ ഭാഗമാണ് അവൻ പറയണ ഉടമ്പടിയുടെ ഒരു ഭാഗം. അവൻ പറയണത് ചെയ്യുക. പക്ഷെ അതിൻ്റെ കുരു ഉണ്ടല്ലോ, വിത്തില്ലേ, ഉടമ്പടിയുടെ വിത്തെന്ന് പറയുന്ന സംഭവമാണ് അനുതാപമാണ്. അതാണ് ഈ ടൈം ഷോട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് കള്ളനോട് അവൻ പറഞ്ഞില്ലേ, ഈശോ പറഞ്ഞില്ലേ, കള്ളൻ അനുഭവിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇന്ന് നീ എൻ്റെ കൂടെ. അപ്പം നാളെ എന്നുള്ള ഇന്നായില്ലേ, നാളെ എന്നുള്ളത് ഇന്നായില്ലേ. സക്കേവൂസിനോട് എന്താ ഈശോ പറഞ്ഞത്? ഇന്ന് നീ എൻ്റെ കൂടെ, ഇന്ന് നിൻ്റെ ഭവനത്തിന് രക്ഷ വന്ന് ഇന്നായി. അപ്പം ജോഷുവയുടെ പുസ്തകത്തിലെ നാളെയാണ് ഇവിടെ ഇന്നാകണത്. പക്ഷേ ഇന്നാകണത് ടൈം ഷോർട്ട് ചെയ്യണത് എങ്ങനെയാണ്? അനുതാപത്തിലാണ്. അതുകൊണ്ടാണ് നിങ്ങളോട് അനുതാപം മേഖലയിൽ ശ്രദ്ധിക്കണമെന്ന് പറയുന്ന കാര്യം. അല്ല, നിങ്ങൾ കുറേ പുണ്യപ്രവൃത്തിയും ചെയ്ത് പല്ലുനേക്കാതെ നടന്നാൽ ശരിയാകത്തില്ല. മനസ്സിലായില്ലേ? കുറേ പുണ്യപ്രവൃത്തിയും ചെയ്ത് നടക്കുമ്പോഴും നമുക്കിപ്പോൾ ഞാൻ അമ്പലപ്പുഴ ഇരുന്നൊരാളാണ്, അമ്പലപ്പുഴ. അപ്പോൾ അവിടെ ആൾക്കാർ പായസം വാങ്ങിച്ചിട്ട് പള്ളി കൊണ്ടുവന്ന് തരും. എല്ലാവരും അല്ല, കുറച്ച് പേരൊക്കെ തരും. എന്ന് വെച്ചാൽ ആ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ, പള്ളിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കണം. അപ്പോൾ അമ്പലപ്പുഴ പായസം. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക, അമ്പലപ്പുഴ പായസം നല്ല പായസമാണ്. പക്ഷേ നമ്മളത് കോളാമ്പിലാ കൊണ്ടുവന്ന് തരണമെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായില്ലേ? തുപ്പൽ കോളാമ്പിലാണ് കൊണ്ടുവന്ന് അമ്പലപ്പുഴ പാൽപ്പായസം തന്നുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ നിങ്ങളുടെ അഴുക്കേട്ട ജീവിതത്തിലാണ് നിങ്ങൾ വിതരണം ചെയ്യാൻ പോകണമെങ്കിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്തില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? നിങ്ങളുടെ പുണ്യപ്രവൃത്തികൾ നിങ്ങളുടെ വൃത്തികെട്ട ജീവിതത്തിലാണ് അത് പങ്കുവെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റീതിങ്ക് ചെയ്യേണ്ടി വരും. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. എൻ്റെ ഉദ്ദേശം ഉടമ്പടിൻ്റെ പൂർണ്ണ ഫലം എൻ്റെ മക്കൾ അനുഭവിക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ കർത്താവിനോട് ഒരു അനുതാപത്തിന് വേണ്ടി ഒരു അപേക്ഷ സമർപ്പിക്കാൻ പറയും. ഇതിൻ്റെ കൂടെ വെക്കേണ്ട ഒരു അപേക്ഷയാണ്. നമ്മൾ G4 എന്നൊക്കെ പറയില്ലേ, 4 നമ്പർ 7 എന്നൊക്കെ പറയുന്ന പോലെ ഉടമ്പടിയുടെ കൂടെ വെക്കേണ്ട ഒരു അപേക്ഷയാണ്. എന്താണ്? പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കാൻ, എൻ്റെ ജീവിതത്തിൽ സമയച്ചുരുക്കം സംഭവിക്കുവാൻ, നീ പെട്ടെന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടാൻ, സുവിശേഷ വിഹിതമായി ദൈവത്തിന്റെ പ്രവൃത്തിയായ അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. അനുതാപത്താൽ എന്നെ അഭിഷേകം ചെയ്യണം. എന്നെ വിശുദ്ധീകരിക്കണം. ശ്രദ്ധിക്കട്ടെ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. മഹത്വം ആരാധന ഹല്ലേലൂയ. സമാഗതമാ സകലരും അനുദപിക്കാം. സർവം സമർപ്പിക്കുവാ. വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു.
എല്ലാവരും എഴുന്നേൽക്കുക. രോഗമുള്ളിടത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. കൃപാസനത്തിലെ കർത്താവ് തന്ന ഒരു വെളിപാടാണത്. ഉടമ്പടി പ്രകാരം നമ്മളെ കൈവെപ്പാണ് പ്രധാനപ്പെട്ട വിശുദ്ധമായ ശുശ്രൂഷയിലൊന്നാണ് കൈവെപ്പ് പ്രാർത്ഥന എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളിവിടെ അൾത്താരയിൽ വരുമ്പോഴും ഞാൻ മാക്സിമം സഭ്യമായ എല്ലാ സ്ഥലങ്ങളിലും കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അനുവാദം ചോദിക്കണത്. സ്വകാര്യമല്ലാത്ത എല്ലാ സ്ഥലവും, വയറാണെങ്കിലും നെഞ്ചാണെങ്കിലും കഴുത്താണെങ്കിലും തൈറോയിഡ് ആണെങ്കിലും സിസ്റ്റാണെങ്കിലും അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം. ഉടമ്പടിയിൽ അതിൻ്റെ ആക്ടിവേഷൻ പ്രിൻസിപ്പിൾ കയ്യൊപ്പാണ് ഒബ്രാഹത്തിൻ്റെ കാലം മുതലേ. ഇപ്പോൾ നമ്മൾ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങൾ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്ത് ഒരു അടയാളം കിട്ടാൻ വേണ്ടി നിങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞ ദൈവസ്നേഹവും അനുതാപത്തൊക്കെ കുറിച്ച് പറഞ്ഞപ്പോഴും നിങ്ങൾക്കത് കട്ടിയായിട്ട് തോന്നിയേക്കാം. ടെൻഷൻ അടിക്കണ്ട, നിങ്ങൾ ദൈവസ്നേഹം നിറയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓക്കെയാവും. രോഗമുള്ളിടത്ത് കൈവെക്ക്. നിങ്ങൾ രോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കണം. ഫിസ്റ്റുല, PCOD, ഗർഭാശയത്തിലെ സിസ്റ്റ്, മൂത്രാശയത്തിൽ കല്ല്, മൂത്രമൊഴിക്കുമ്പോൾ വേദന, കുടലിലെ കുരുക്കൾ, എല്ലാവരും ഊടിന് താഴെ പൊക്കിന് താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ശ്വാസകോശ രോഗികളെ ശ്വാസകോശത്തിൽ കൈവെക്കണം. കരൾ രോഗികൾ നമ്മുടെ നെഞ്ചിൻ്റെ നെഞ്ചിൻ്റെ പൂട്ടെന്ന് പറയത്തില്ലേ, നെഞ്ചിൻ്റെ നടുനെഞ്ചിൽ താഴെ നമ്മൾ കൂമ്പിനെന്നൊക്കെ പറയത്തില്ലേ, അവിടെ കൈവച്ച് പ്രാർത്ഥിക്കണം. തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ കഴുത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. മാറാത്ത തലവേദന, പ്രഷർ രോഗികൾ, ഉറക്കമില്ലാത്തവരൊക്കെ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സർവാംഗ രോഗമുള്ളവർ സർവാംഗ ശരീരം സ്വസ്തിക പോലെ പൂട്ടി കർത്താവിൻ്റെ തിരുസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നടുവേദനക്കാർ, കിഡ്നി രോഗികൾ നടുവിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് അമ്മേ മധ്യസ്ഥം വഹിക്കണമേ, എന്നെ ഉടമ്പടിയുടെ സാക്ഷിയാക്കണമേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ. പ്രാർത്ഥിക്കുക. അമ്മേ എന്നെ സാക്ഷിയാക്കണമേ, ഉടമ്പടിയുടെ സാക്ഷിയാക്കണമേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാക്കണമേ. നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം. നിന്റെ കർത്താവേ, അന്തിന് കാഴ്ച നൽകിയവനെ, ചുവടിന് കീഴ് നൽകിയവനെ, ഊമന് സംഭാഷണം നൽകിയവനെ, മഹോരുകപ്പെടുത്തവനെ, പ്രഭാരോഗപ്പെടുത്തവനെ, മരിച്ചവനെ ഏൽപ്പിച്ചവനെ, ഉള്ളം കാലും മുതൽ ഉച്ചവരെ അസ്ഥികളിലും പേശികളിലും കോശങ്ങളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഉള്ളംകാലം മുതൽ ഉച്ചവരെ അസ്ഥികളിലും പേശികളിലും കോശങ്ങളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഈശോ മരുന്നടിവനുമല്ല, അങ്ങയുടെ വച്ചയമാണ് മക്കളെ സുഖപ്പെടും. വചനത്തിൻ്റെ കർത്ത ശക്തിയാൽ യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരെ വ്യാധികൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. തടസ്സമായി നിൽക്കുന്ന എല്ലാ മേഖലകളെയും വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ എളിമപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സദയം തുടേണേ സുഖമായിടും ഇന്ത്യയുള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും ഇന്ത്യയുള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഇനി മക്കളില്ലാത്തൊരു അടിവയറ്റ് കൈവെക്കണം. നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. ഉടമ്പടി മെറിറ്റിലല്ല വർക്ക് ചെയ്യണത്, അത് ഗ്രേസിലാണ്.
പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരുമെന്ന് പറഞ്ഞ ഗ്രേസ് പരപ്രസാദത്തിനാണ് അവർക്ക് ചെയ്യണത്. മക്കളില്ലാത്തവർ അടിവെറ്റ് കൈവച്ച് പ്രാർത്ഥിക്കണം. കൈ വെച്ചാൽ മതി. നിങ്ങൾ യേശുനാമത്തിൽ യേശു കർത്താവാണെന്ന് നീ അതിരം കൊണ്ട് ഏറ്റു പറയണം. ഒന്ന് പറഞ്ഞേ, യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. മക്കളെ, ഈ ഓട്ടിസമുള്ള മക്കളുണ്ടാവും, ഹൈപ്പർ ആക്ടിവിറ്റി, അവരൊക്കെ നിങ്ങൾ ഓർക്കണം. ഇപ്പോഴ് അകലങ്ങളിലെ ദൂരങ്ങളിലെ ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്നവർ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഓട്ടിസം ഉള്ളവരാണെങ്കിൽ അവരെ കൊണ്ടുവന്ന് അടുത്ത് നിർത്തി അവരുണ്ടെങ്കിൽ അവിടെ പിടിച്ച് നിർത്താം. അല്ലെങ്കിൽ ഈ ഉടമ്പടി എപ്പോഴാണ് ഇനിയും നിങ്ങൾക്ക് യൂട്യൂബിൽ കൂടാൻ പറ്റും, ആ സമയത്ത് നിങ്ങളെ കുഞ്ഞിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് മൊബൈൽ ഓൺ ചെയ്ത് ഈ സെയിം പ്രാർത്ഥന എടുത്ത് നിങ്ങളെ വിശ്വാസപ്രമാണം ചൊല്ലി കുഞ്ഞിൻ്റെ ശിരസ് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അതെല്ലാ രോഗികളും അങ്ങനെ തന്നെയാണ്. എപ്പോഴാണ് നിങ്ങൾക്ക് രോഗികളെ അടുത്ത് കിട്ടുന്നത്, ആ സമയത്ത് വിളിച്ച് അടുത്ത് നിർത്തി മൊബൈൽ ഓൺ ചെയ്ത് നിങ്ങൾ ഈ പ്രാർത്ഥന ഓൺ ചെയ്തിട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് ഈ പ്രാർത്ഥന കേട്ട് കൂടെ പ്രാർത്ഥിക്കേണ്ടതാണ്. എപ്പോഴും ഓട്ടിസം ഉള്ളവർ അവരുടെ കുഞ്ഞുങ്ങളെ ഓർക്കേണ്ടതാണ്. ഇവിടെ തീർത്ഥാടന ഉടമ്പടിയായിട്ട് ഇവിടെ നിൽക്കുന്നവർ ഓർക്കുക. അവൻ ഹൈപ്പർ ആക്ടിവിറ്റിയുള്ള കുഞ്ഞുങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ മക്കളെ വേദന അനുഭവിക്കുന്ന ഒരു രോഗമാണ്. എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഓട്ടിസം കൂടുന്നതെന്ന് അറിയത്തില്ല. വിവാഹപ്രായം കൂടുന്നവരിലാണിത് കണ്ടുവരണത് കൂടുതലായിട്ട്. എല്ലാവരും അല്ല, കുറേ പേര് വിവാഹപ്രായം ചില കാര്യങ്ങൾ കൊണ്ട് മാറ്റിവെക്കുന്നവരിൽ ഇത് ഇങ്ങനെ കണ്ടുവരുന്നുണ്ട്. അപ്പം നമ്മൾക്ക് പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ പരിഹരിക്കണേ. പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ ഉണ്ട്. നമ്മുടെയൊക്കെ ദൈവം നൽകിയിട്ടുള്ള ശാസ്ത്രബോധം ഉണ്ടല്ലോ, അതുകൊണ്ട് പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ശാസ്ത്രബോധത്തിലൂടെയും ദൈവം തന്നെയാണ് പ്രവർത്തിക്കണമെന്ന് ഓർക്കണം. അത് ശാസ്ത്രം വേറൊരു സബ്ജക്റ്റ് അല്ല. ദൈവം മനുഷ്യന് കൊടുത്ത ബുദ്ധി നിന്നുണ്ടായ ഒരു ഉൽപ്പന്നമാണത്. അപ്പം നമുക്കൊരു ബുദ്ധിയില്ലേ, അതിൽ നിന്നല്ലേ നമുക്ക് വിവേചനവും നന്മതിന്മ അറിയാൻ പറ്റണത്. അതുപോലെ തന്നെയാണ് ശാസ്ത്രം. മനുഷ്യൻ്റെ ഉൽപ്പന്നമാണത്, ദൈവം കൊടുത്തിട്ടുള്ള കൃപയാണ്. നമുക്കത് ഫോളോ ചെയ്യണം. അത് നന്മയ്ക്ക്, ആത്മാവിനെ നഷ്ടപ്പെടുത്താതെയാണ് ശാസ്ത്രബലങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടതേ ഉള്ളൂ. നമുക്ക് എന്ത് ഉപയോഗിക്കാമല്ലോ, ശാസ്ത്രമാണെന്ന് പറഞ്ഞ് ഉപയോഗിക്കരുത്. ആത്മാവിനെ നഷ്ടപ്പെടുത്തുകയോ ഇല്ലയോ, നിത്യതയിൽ എത്തിച്ചേരാൻ പറ്റുകയോ ഇല്ലയോ, അതിനെക്കുറിച്ച് നിത്യതയുടെ പുസ്തകം കർത്താവിൻ്റെ വചനം എന്നാ പറയണം നോക്കിയിട്ട് വേണം ആ വചനത്തിൻ്റെ വ്യാഖ്യാനവും പുനർക്കാലത്തെ വ്യാഖ്യാനവും സഭയുടെ നിലപാടും ഒക്കെ. അങ്ങനെയാണ് സഭയുടെ നിലപാടൊക്കെ നമുക്ക് പ്രാധാന്യമാകുന്നത്. അങ്ങനെയാണ് വചനത്തിൻ്റെ കാലികമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് പറയേണ്ടത്. ഈ കാലത്തിൽ വചനം സഭയെ ഏൽപ്പിച്ച ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് സഭയുടെ പഠനങ്ങൾ, അതിവിശുദ്ധമായി ജീവിക്കാൻ ഉദ്ദേശിക്കുന്നവരാണ് സഭയുടെ പഠനങ്ങൾ എന്താണെന്ന് നോക്കുന്നത്. അല്ലാതെ ഈ ജീവിതമേ ഉള്ളു, വയറ് തന്നെയാണ് ദൈവമെന്നും പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാർക്ക് സഭയുടെ പഠനങ്ങളൊന്നും വലിയ വിഷയമല്ല. പക്ഷേ നിത്യത വരെ പോകണമെന്ന് ചിന്തിക്കുന്നവർ സഭയുടെ പഠനങ്ങൾ എന്താണ് ഈ വിഷയത്തിലെന്ന് നോക്കുവർ. നിങ്ങൾ തൻ്റെ മുമ്പാകെ വിശുദ്ധിയിൽ ജീവിക്കാനല്ലേ നമ്മളോട് പറഞ്ഞിരിക്കണം. ഉടമ്പടിയുടെ അൾട്ടിമേറ്റ് എയിം അതാണല്ലോ. അപ്പോൾ ആ വഴിക്കാണ് നമ്മൾ ചിന്തിക്കുകയും അന്വേഷിക്കുകയും ചെയ്യേണ്ടത്. ഇപ്പം ജോലിയില്ലാത്തവരച്ഛൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ എടുത്ത പൊങ്ങാത്ത കടമുള്ളവർ, ഭ്രാന്തന്മാരായ മക്കളുള്ളവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ആശ്വസിപ്പിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപ്പനമ്മയൊക്കെ അടിച്ച് കൊല്ലാൻ, ഉറങ്ങാൻ പേടിയായി വീട്ടിൽ കിടന്ന്. ഈ മൃഗം ചാടി എഴുന്നേറ്റ് നമ്മളെ കൊന്നുകളയുമെന്നുള്ള അമ്മമാർ, പെറ്റ അമ്മമാർ തന്നെ പേടിക്കണ അവസ്ഥകളുണ്ട്. അവരെല്ലാം നിങ്ങളൊന്ന് കണ്ണീരോടെ ഓർത്തേ. കുറേ പേര് ഉടമ്പടി ചെയ്തിട്ടുണ്ട് ആ വിഷയത്തിൽ. മക്കളെ പേടിച്ച് ജീവിക്കുന്നവർ.
മക്കളുടെ തെറ്റായ പ്രണയബന്ധം, ഭ്രാന്ത് കയറിയിട്ടില്ല, ചില പ്രണയഭ്രാന്ത് വരും. പ്രണയം ചിലർക്ക് ഭ്രാന്തായി പോകത്തില്ലേ? അതിനാണ് ഈ കൈവശം എന്നൊക്കെ ആൾക്കാർ ചുമ്മാ പറയണത്. പ്രണയഭ്രാന്ത. അപ്പം അതിനകത്ത് കുറേ പെൺപിള്ളേർ പെട്ടെന്ന് വശത്തായി കളയും. ഇവിടെ വിദ്യാഭ്യാസമൊന്നും അത് വർക്ക് ചെയ്യത്തില്ല. അപ്പം ഈ വികാരം ഈ വിദ്യാഭ്യാസത്തിന് മുകളിലാണ് പലപ്പോഴും. അതുകൊണ്ടാണ് ഈ വലിയ വലിയ പഠിപ്പുള്ളവരൊക്കെ ചുമ്മാ പോയി അകപ്പെട്ടു പോണേൻ്റെ കാര്യം അതാണ്. അപ്പം അതൊക്കെ നിസ്സാരമല്ല. പിന്നെ എപ്പോഴും വീട്ടിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ദൈവത്തിൽ നിന്ന് പോകുന്നില്ലല്ലോ, അതെപ്പോഴും ഓർക്കണം. വീട്ടിൽ നിന്ന് പോകുമ്പോൾ ദൈവത്തിൽ നിന്ന് പോകുന്നവരുണ്ട്. പെൺപിള്ളേരൊക്കെ ബിയർ അടിച്ച് തുടങ്ങുന്നവരുണ്ട്. പിന്നെ അതിനുശേഷമാണ് പിന്നീട് വേറെ കാര്യങ്ങളൊക്കെ അവരെ കൈകാര്യം. അവർ പിൻസീറ്റ് ഡ്രൈവിങ് നടത്തുന്ന വല്ല പൂവാലന്മാരുണ്ടെങ്കിൽ അവനൊക്കെ പറയണ കേട്ട് അടിപ്പെട്ട് വിദ്യാഭ്യാസം പോയി, ജീവിതവും പോയി, ചിന്തയും പോയി. പിന്നെ ഈ സോഷ്യൽ മീഡിയയുടെ സെക്സൈറ്റെ കണ്ട് മലീമസമായി വൃത്തികേടായി തല കിളിപോയി നടക്കുന്ന പെൺപിള്ളേരും ആൺപിള്ളേരും ഒക്കെ ഉണ്ട്. അവരുടെ അമ്മമാരും അപ്പന്മാരും ഉടമ്പടി ചെയ്തിട്ടുണ്ട്. അവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നുണ്ട്. മാതാവേ, അവരെല്ലാം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് ചത്തനായനെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യിക്കാൻ പറ്റും. അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെല്ലാം ഞങ്ങൾ ഓർക്കുക. ഓട്ടിസമുള്ള കുഞ്ഞുങ്ങൾ, ജീവിതം ലൈഫ് നഷ്ടപ്പെട്ട് മറ്റ് ലഹരിക്ക് അടിപ്പെട്ടു പോയവർ, ചുമ്മാ നിഗൂഢമായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയവർ, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നൊരു കർത്താവേ, അവരെല്ലാം കർത്താവെ മരികുര്യത്തിനെ പോലെ കർത്താവെ അവരെ വീണ്ടെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ ശക്തി അവരെ കൊഴുകണമേ. എല്ലാവിധ തിന്മയുടെ തകർച്ചയിൽ അകപ്പെട്ടു പോയവരെ, ഭർത്താക്കന്മാരുണ്ടാകാം, ചിലപ്പോൾ ഭാര്യമാർ വരെ ഉണ്ടാകാം, അല്ലെങ്കിൽ മക്കളുണ്ടാകാം, മോശമായ സാഹചര്യങ്ങളിലും ചിത്തയായ ബന്ധങ്ങളിൽ അകപ്പെട്ടു പോയി, ശീലങ്ങളിൽ അകപ്പെട്ടു പോയൊരു കർത്താവിൻ്റെ അവിടെ മേലെല്ലാം കർത്താവിൻ്റെ വിശുദ്ധമായ രക്തം തളിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക തടസ്സങ്ങളും മാരക ശീലങ്ങളും യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാകട്ടെ. ജീവ തടസ്സ മേഖലകളിലും ആത്മാവിന്റെ ശക്തി നിറയുവാൻ കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരമ ദിവ്യകാരുണ്യത്തിന് ജോലിയില്ലാത്തവര്, ഉള്ള ജോലി നഷ്ടപ്പെടുമെന്ന് ആശങ്കയുള്ളവര്, ഉള്ള ശമ്പളം കൊണ്ട് കുടുംബം പോറ്റാൻ പറ്റാതെ വന്നിട്ട് വിഷമിക്കുന്നവർ, ഉള്ള വരുമാന മാർഗങ്ങൾ, കടകമ്പോളങ്ങൾ, അതുപോലെ ഏജൻസികൾ, കമ്മീഷൻസ് കച്ചവടങ്ങൾ, അതെല്ലാം ഇങ്ങനെ ദ്രവിച്ച് തീർന്നുകൊണ്ടിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെടുന്ന വക്കിലെത്തിയിരിക്കുന്നവർ, വിസ പ്രോസസ്സിങ്ങിലിരിക്കുന്നവർ, പ്രോസസ്സിലാകാത്തോളം കാലം അവർ ഏജൻറ്റിന് കൊടുത്ത കാശ് നഷ്ടപ്പെടുമെന്നാകുന്നവർ, അങ്ങനെ ഓരോ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ 1 Corinthians 1:4 പറഞ്ഞു, ഹെൽപ്പ് ദോസ് what kind of troubles, അതായത് എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്നവരെ വചനം റിയലൈസ് ചെയ്യുന്നുണ്ട്. ഒരു തരത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലും ഓരോരോ കാലത്ത് വരുന്ന പുതിയ പുതിയ കാര്യങ്ങളില്ലേ, ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് കുടുങ്ങിപ്പോയവരില്ലേ. ഷെയർ മാർക്കറ്റിൽ കുടുങ്ങിയവരുണ്ട്, ചിട്ടിയെടുത്ത് കുടുങ്ങിയവരുണ്ട്, പലതരത്തിൽ കുടുങ്ങിപ്പോയവർ. അത് പിന്നെ പങ്ക് കച്ചവടം ചെയ്ത് കുടുങ്ങിയവരുണ്ട്, കണ്ടവനും ജാമ്യം നിന്നതിൻ്റെ പേരിൽ കുരുങ്ങിപ്പോയവരുണ്ട്. അവരെല്ലാം ഈ സമയത്ത് ആരാധനയിൽ ഓർക്കുകയാണ്. മനഃപൂർവ്വം അവരെ കുരുക്കാൻ വേണ്ടി ജാമ്യം നിർത്തിയവരുണ്ട്. അവരെല്ലാം ഓർക്കും. ഇതെല്ലാം ഉടമ്പടിയുടെ പരിധി വരുന്ന. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ടായി. ലക്ഷക്കണക്കിന് രൂപ ജാമ്യക്കാരൻ്റെ ജാമ്യം നിന്നതിൻ്റെ പേരിൽ സർവീസിൽ നിന്ന് നടപടി വന്നിട്ട് അവർ ഉടമ്പടി എടുത്തപ്പോൾ 5 പൈസ പോലും കൊടുക്കാതെ അവരുടെ പെൻഷൻ കറക്റ്റായ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ. അപ്പം ദൈവം എല്ലാത്തിനും ഇടപെടും. ഇന്ന കാര്യം ഉടമ്പടിക്ക് പുറത്തുനിന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല.
എല്ലാം ഉടമ്പടിക്ക് അകത്താണ്. ദൈവം എല്ലാം അകത്താക്കാൻ മനുഷ്യൻ്റെ എല്ലാ പ്രതിസന്ധിയും പ്രശ്നങ്ങളും സിംഗിൾ യൂണിറ്റിൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ ഉടമ്പടി ദൈവം സ്ഥാപിച്ചത്. അതുകൊണ്ട് നീ വളരെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ പക്കാ ഉടമ്പടിയായിട്ടാണ് ചെയ്യേണ്ടതെന്ന്. പകുതി ചെയ്ത് പകുതി ചെയ്യാതെ പോയി അങ്ങനെ ചെയ്യരുത്. അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ട സമയമാണ്. അച്ഛൻ്റെ അടുക്കൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇപ്പോൾ അമ്മയോട് പറയണം. അമ്മേ, അച്ഛൻ ഇത് പറഞ്ഞിട്ടില്ല, എൻ്റെ കാര്യം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ അമ്മ ഇത് കേൾക്കണം. ആരാധന സമയത്ത് നിങ്ങൾക്ക് ഇപ്പം മൗനമായിട്ട് പറയാം. ഞാൻ എന്തെങ്കിലും കാര്യം ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഓർത്ത് പറയാം. പരീക്ഷയുടെ കാര്യമായാലും ഇതെല്ലാം പരീക്ഷ എഴുതിപ്പോയവരുണ്ട്, റീവാലുവേഷന് കൊടുത്തവരുണ്ട്. അവരെല്ലാം നമ്മൾ ആരാധന ഓർക്കുകയാണ്. നിങ്ങൾ സമർപ്പിക്കുന്നു എന്ന് മാത്രം പറഞ്ഞാൽ മതി. വസ്തു ലേലത്തിന് വെച്ചിരിക്കുന്നവരെ, വാടക വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നവർ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവർ, കേസ് വിചാരണയ്ക്ക് വെച്ചിരിക്കുന്നവർ, വിധി പ്രസ്താവിക്കാൻ വെച്ചിരിക്കുന്ന കേസുകൾ, അതിർത്തി തർക്കങ്ങൾ, പാക ഉടമ്പടി നടക്കാത്തവർ, യാത്രക്ക് പോകാൻ ഉദ്ദേശിക്കുന്നവർ, ഈ ആഴ്ചയിൽ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, വിദേശത്തേക്കോ അതുപോലെ തന്നെ പാസ്പോർട്ട് ഓഫീസിലോ എംബസി ക്ലിയറൻസിനോ വിസ ഓഫീസിലോ ഇൻ്റർവ്യൂവിനൊക്കെ പോകാൻ പോകുന്നവർ, പരീക്ഷകളുടെ വ്യത്യസ്തമായ ഇൻ്റർവ്യൂവിന് പോകാൻ പോകുന്നവർ, വസ്തു രജിസ്ട്രേഷന് പോകാൻ പോകുന്നവർ, നിങ്ങൾ കല്യാണത്തിന് വേണ്ടി ഒത്തുകല്യാണത്തിന് വേണ്ടി പോകാൻ പോകുന്നവർ, കല്യാണം ഫിക്സ് ചെയ്യാൻ പോകുന്നവർ, അതെല്ലാം ഡേറ്റുകളെല്ലാം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എല്ലാം ഒന്നും ദൈവം അറിയാതെയും ദൈവത്തിന് പറയാതെയുമല്ല. എല്ലാ കാര്യവും നിങ്ങൾ പറഞ്ഞുകൊണ്ട് ചെയ്യണം. എവരിത്തിങ്. കാര്യം എല്ലാം ഉടമ്പടി അകത്തുള്ള വിഷയങ്ങളാണ്, ഉടമ്പടി പുറത്തൊന്നുമില്ല. അച്ഛൻ സമർപ്പിക്കാൻ പോകുന്ന മക്കളെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ മാധ്യസ്ഥം വഹിക്കുകയായിരുന്നു. എൻ്റെ മാധ്യസ്ഥത്തെ അബ്രഹാത്തിൻ്റെ മാധ്യസ്ഥത്തോടും മോസസിൻ്റെ മാധ്യസ്ഥത്തോടും സർവോപരി പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോടും ചേർത്തുകൊണ്ട് ആരാധന ഈശോയ്ക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവേ, വലിയ അടയാളങ്ങൾ കാണിക്കണമേ. അടിപ്പുറ പോലെ വൈദാഘാതം ദീർഘമായി ശക്തി വന്നിട്ട് എല്ലാ ദോഷ തടസ്സങ്ങളിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ മോചിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ആശ്വാസം സമാധാനം പ്രാപിക്കട്ടെ. ശ്രുതിക്കട്ടെ. ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം എരിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രൈസ് ദി ലോർഡ്. മുട്ട നിൽക്കുക. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ ആവേ